അങ്ങനെ നമ്മളുടെ ഫൈനൽസിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനൽസിൽ നമ്മളുടെ 5 മത്സരാർത്ഥികളും എന്താ പറയേണ്ടത്, ഒന്നിനൊന്നും മെച്ചമാകാനുള്ളൊരു ശ്രമം നടന്നു. ആൻഡ് ശരിക്കും എന്താ പറയുക കൃഷ്ണ, അവർ അല്ലേ ഫൈനൽ ഔട്ട്പുട്ട് ശരിക്കും വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ നടന്നു. അവർ വളരെയധികം കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനിലായിരുന്നു എല്ലാവരും. പക്ഷേ എത്രത്തോളം അത് നന്നായി സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണോ എല്ലാവരും നമ്മളിപ്പോൾ സെമി ഫൈനലിന് കഴിഞ്ഞിട്ട് അല്ലെ കറക്റ്റായിട്ട് ഫൈനലിസ്റ്റുകളാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ ഇനി ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ അല്ലേ ഇന്നത്തെ പെർഫോമൻസിൻ്റെ ഫൈനലിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ കറക്റ്റ് ആപ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ്, ഇന്ത്യൻ സ്വീറ്റും കൊടുത്തു, ഒരു പേസ്ട്രി ഐറ്റവും കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ അവരുടെ എന്താ പറയുക, അവരുടെ പെർഫോമൻസ് ഇന്നത്തെ മത്സരത്തിൽ അവരെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും ഇവർക്ക് മാർക്സ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. നിഷ, ഓക്കെ. നിഷ വരും. നിഷയുടെ 2 വിഭവങ്ങളും കാഴ്ചയിൽ വളരെ പെർഫെക്റ്റ് ആണ്. ഗുലാബ് ജാമുൻ ആൻഡ് പ്രൊഫിറ്ററോൾസ്. ഇറ്റ്സ് നൈസ്. കാഴ്ചയിൽ അല്ലേ എന്ത് പറയുന്നത്? ലുക്സ് ഗുഡ്. അല്ലേ ഗുലാബ് ജാമുനൊക്കെ ഷേപ്പ് നന്നായിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ടെക്സ്ചർ നന്നായിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ ഈ ചോക്ലേറ്റ് എക്ലൈസ് ആണെങ്കിൽ പ്രൊഫിറ്ററോൾസ് എന്ന് പറയുന്ന ഈ സംഗതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പേസ്ട്രി ഷോപ്പിൽ കാണുന്ന ആ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ടേസ്റ്റും അതിൻ്റെ ടെക്സ്ചർ, അകത്തേക്കുള്ള കാര്യങ്ങൾ. ഓക്കെ, ആ സോഫ്റ്റ്നെസ് ഒക്കെ നമ്മുടെ ഗുലാബ് ജാമുനുണ്ടോ? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 90% ഓക്കെ ആണെന്ന് പറയാം. 100% ഇല്ല, 90% വരെ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ആ സ്പൂൺ ഇടുമ്പോൾ കറക്റ്റായിട്ടത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. ഇനി നമ്മളുടെ പ്രൊഫിറ്ററോൾസിലേക്ക് ശരിക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ക്രീമൊക്കെ അകത്ത് കുറച്ചുകൂടെ ആകാമായിരുന്നു, അകത്തെ ഫില്ലിങ്. ബട്ട് സിംബോളിക്കലി എല്ലാം ഓക്കെയാണ്. മുകളിലത്തെ ആ ചോക്ലേറ്റിൻ്റെ ഒരു സോസ് ഒഴിച്ചത് അല്ല. ഗുഡ്, ഓക്കെ. സന്തോഷമായില്ലേ? ടെൻഷനൊക്കെ മാറി. ഓ രക്ഷപ്പെട്ടു അല്ലേ? ഓക്കെ.